പാപ്പ ചെയ്ത ഈ പ്രവൃത്തി കാത്തലിക് ഫെയ്ത്ത് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും സമീപകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒന്ന് കണ്ടിട്ടില്ല എന്നും സഭയെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. വളരെ വർഗീയപരമായിട്ടൊരു പരാമർശം നടത്തി അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്: ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഏക സത്യസഭ കത്തോലിക്ക സഭയാണ്. എക്സ്ട്രാ എക്ലേസിയ ഉള്ളാസാലസ്, കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്ത് രക്ഷയില്ല, നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച്. ഈ കത്തോലിക്ക വിശ്വാസം, ഈ ക്രിസ്തു മതം മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് നൈജീരിയയിലും സുഡാനിലൊക്കെയുള്ള ആളുകൾ മറ്റു മതത്തിലോട്ട് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ഇവരെ രക്തസാക്ഷിയായത്. രാജ കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിട്ട് പൊതു വധശിക്ഷയ്ക്ക് വിധിച്ചു. നമ്മളൊരു കൗണ്ടർ അറ്റാക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇതിന് നമുക്ക് പറ്റുന്ന കൗണ്ടർ അറ്റാക്ക്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വൈദികരും ബിഷപ്പന്മാരും നമ്മുടെ സഭക്കകത്തുണ്ട്. അവർക്ക് സുവിശേഷ വേല എന്ന് കേൾക്കുന്നതേ അലർജിയാണ്. യേശു ഏകരക്ഷകനാണ് പറയുന്നതേ അലർജിയാണ്. പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക്ബി. As usual, let us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. തുർക്കിയിലെ ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ച ലിയോ 14 പാപ്പ. കത്തോലിക്ക ലോകത്ത് ഇത് വളരെ വലിയധികം വാർത്തയായി. പാപ്പ ചെയ്ത ഈ പ്രവൃത്തി കാത്തലിക് ഫെയ്ത്ത് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും സമീപകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒന്ന് കണ്ടിട്ടില്ല എന്നും സഭയെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ഈ അടുത്ത് ഒരു കർദിനാൾ പറഞ്ഞു, മലയാളിയായിട്ടുള്ള കർദിനാൾ പറഞ്ഞു, സ്വന്തം മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് അത് വിശ്വാസമല്ല, മറിച്ച് മതഭ്രാന്താണ് എന്ന്. അപ്പോൾ അങ്ങനെ മതഭ്രാന്തനാണെങ്കിൽ ആദ്യത്തെ മാർപ്പാപ്പ മതഭ്രാന്തനാണ്. കാരണം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ അദ്ദേഹം വളരെ വർഗീയപരമായിട്ടൊരു പരാമർശം നടത്തി. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്: ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ മറ്റു മതങ്ങളുടെ ആരാധനയെ നിന്ദിച്ച പൗലോസ്ലീഹ അപ്പോൾ ആരാണ്? അന്യദൈവങ്ങളെ കുമ്പിട്ട് ആരാധിച്ചില്ലെങ്കിൽ രക്തസാക്ഷിയാകേണ്ടി വരും, കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ കൊന്നോ എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള കോടാനുകോടി വിശുദ്ധരാരാണ്? തോമസ് ലേഹ എന്തിനാ ഇത്ര പാടുപെട്ട് കേരളത്തിൽ വന്ന സുവിശേഷം പറഞ്ഞത്? എന്തിനാ രക്തസാക്ഷിയായി? എന്തിന് സെബസ്ത്യാനോസിനാണ് രക്തസാക്ഷിയായി? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മറ്റു മതങ്ങൾ സ്വന്തം മതം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് വിശ്വാസമല്ല, മതഭ്രാന്താണെന്ന് പറയുമ്പം ഇവർ പറയാതെ ഒളിച്ചു കടത്തുന്ന ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ഹിഡൻ അജണ്ട. ഇതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അപകടം. സുവിശേഷ വേല ചെയ്യുന്നതും യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നതും സഭയുടെ തന്നെ പ്രാധാന്യത്തെ കുറച്ചു കാണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ആശിക്കുന്ന ഞാൻ ഈ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നതിനൊരൊറ്റൊരു കാരണം ഇത് യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായതിനാലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. കാരണം യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. അത് യേശുവിനെ അറിയാൻ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും യേശുവിനാൽ സ്ഥാപിതമായത് കൊണ്ട് വി ആർ സേഫ്. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. സഭയ്ക്ക് പുറത്ത് എന്ത് നല്ല കാര്യം നടന്നാലും, ആകാശത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വന്നാലും, അത്ഭുതങ്ങൾ നടന്നാലും യേശുവിനാൽ സ്ഥാപിക്കപ്പെടാത്തതിനാൽ അതിൽ തന്നെ പ്രസക്തിയില്ല. അപ്പോൾ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഏക സത്യസഭ കത്തോലിക്ക സഭയാണ്. എക്സ്ട്രാ എക്ലേസിയ ഉള്ളാസാലസ്, കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്ത് രക്ഷയില്ല, നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച് എന്ന് ഒരു കാലത്തും നമ്മുടെ മാർപ്പാപ്പന്മാരും വിശുദ്ധരും എല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നൊരു കാര്യമാണ്. ആദ്യം സഭയിൽ അപ്പസ്തോല പ്രവർത്തനം നമുക്ക് കാണാം.
അന്നും യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതായത് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ നടക്കാതെ യേശുവിൽ വിശ്വസിച്ച് സ്വതന്ത്രമായിട്ട് നടന്ന ആളുകൾ. പക്ഷേ വചനം പറഞ്ഞ പ്രകാരമാണ് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ നടന്നിട്ടുള്ളവരെയാണ് രക്ഷ പ്രാപിച്ചവരായിട്ട് കർത്താവ് കണക്കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വചനം പറയുന്നു, രക്ഷ പ്രാപിച്ചവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്ത് കൊണ്ടിരുന്നു എന്ന്. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എന്തിരിക്കെ ഈ കത്തോലിക്ക വിശ്വാസം, ഈ ക്രിസ്തു മതം മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് നൈജീരിയയിലും സുഡാനിലൊക്കെയുള്ള ആളുകൾ മറ്റു മതത്തിലോട് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞതിന് വേണ്ടി രക്തസാക്ഷിയായത്. അപ്പോൾ ഇങ്ങനെ ഒരു കർദിനാൾ ഇത്രയും ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും പ്രശ്നമില്ല. അപ്പോൾ ഇത് എവിടെ എത്തിക്കുന്നത് അറിയാം, നമ്മളെ വൺ വേൾഡ് റിലീജിയനിലോട്ട്. ഇത് ഒരു കെട്ടുകഥയല്ല. വൺ വേൾഡ് റിലീജിയൻ, ഏകലോക മതം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയേ അല്ല. ഇത് ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വരാൻ പോകുന്ന ഏകലോക മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏകലോക മതത്തിലോട്ട് പോകണമെങ്കിൽ ക്രിസ്തു മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ ഇവർക്കത് സാധിക്കത്തില്ല. അപ്പോൾ ഈ സംസാരം നടക്കുമ്പോൾ ഇതിനെ തൊട്ടടുത്തിരിക്കുന്ന വൈദികൻ, ഈ കർദിനാളിന് അടുത്തിരിക്കുന്ന വൈദികൻ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒന്നും ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നത്തെപ്പോലും വിചാരിച്ചിട്ടില്ല. ഈ വൈദികൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചാൽ പിന്നെ ഡയലോഗ് അവിടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ ഡയലോഗിൻ്റെ ആവശ്യം എന്നുള്ളത്. നിങ്ങൾക്ക് യേശു ഏകരക്ഷകനാണെന്ന് പറയാനല്ലേ നിങ്ങളെല്ലാം വിളിക്കപ്പെട്ടത്? ഈ ഇട്ടിരിക്കുന്ന ഈ തിരുവസ്ത്രം, ഈ വൈദിക വേഷം എന്ന് പറയുന്നത് തന്നെ മറ്റ് മതങ്ങളിലെ സന്യാസിമാരെ പോലെയുള്ളതല്ലല്ലോ. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരല്ലേ നിങ്ങൾ. അപ്പം നിങ്ങളെയും മറ്റു മതത്തിലെ സന്യാസിമാരെയും നമ്മൾ വേർതിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പുരോഹിതനാണ് എന്നുള്ളതാണ്. നിങ്ങൾ ബാലിൻ്റെ പുരോഹിതനല്ലല്ലോ. അപ്പം നിങ്ങൾ പറയുകയാണ്, ഓക്കെ ഇതെല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളിലെ സന്യാസിമാരിട്ടിരിക്കുന്നത് പോലെ തന്നെയുള്ളൂ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വില എന്ന് നിങ്ങൾ തന്നെ പറയുകയാണ്. അപ്പം ഞാനൊരു ലെറ്റർ അയച്ചു KCBCക്ക്. രണ്ട് ലെറ്റർ അയച്ചു, ഒരു മറുപടിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയുടെ പുറത്തുള്ള ആൾക്കാർക്ക് സഭ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ 2000 വർഷമായിട്ട് സഭ മുന്നോട്ട് പോകുന്നുണ്ട്. എത്രയോ ചക്രവർത്തിമാരും എത്രയോ രാജ്യങ്ങളും നേതാക്കന്മാരെല്ലാം സഭ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് BJPക്കാരനോ RSകാരനോ സംഘപരിവാറുകാരനോ ഇസ്ലാമിസ്റ്റുകൾക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഒന്നും സഭയെ തകർക്കാൻ പുറത്തു നിന്ന് സാധിക്കത്തില്ല. വിശുദ്ധ 10-ാം ബിഷപ്പ് പിയൂസ് പാപ്പ പറയുന്നുണ്ട്, ഇനിമേൽ ശത്രു പുറത്തല്ല സഭക്കകത്താണ്. ഈ സഭക്കകത്തുള്ള ശത്രുക്കളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ വളരെ മനോഹരമായ രീതിയിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചന പ്രഘോഷകന് വന്ന് പറയുകയാണ്, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം, നമ്മൾ ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ചൊല്ലണം എന്നൊക്കെ പറയുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു. പക്ഷെ മറു സൈഡിൽ ഉപവസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നില്ല. ഉപവാസത്തെ ലഘൂകരിക്കുന്നു. ഉപവസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കർത്താവിന് അറിയാലോ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഈ വ്യക്തി പറയുമ്പോഴേ ഇദ്ദേഹം ഹാഫ് ട്രൂത്താണ് പറയുന്നത്. ഹാഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഭവമില്ല, അത് അതിനാൽ തന്നെ നുണയാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഹാഫ് ട്രൂത്താണ്. ഇതുപോലെയാണ് പല കാര്യങ്ങളും സഭക്കകത്തുള്ള ശത്രുക്കൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുപോലെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സ്വന്തം മതം മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് മതഭ്രാന്താണെന്ന് പറയുമ്പോൾ ഇവർ പറയാതെ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ എല്ലാവരുടെ പിതാവ് ഒന്നാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. സോ ഇങ്ങനെ പോയാൽ മതി, സുവിശേഷ വേല ചെയ്യണ്ട എന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്നതാണ് ഇത്. ഇതെത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ഏകലോക മതത്തിലാണ്. നാളെ ഇങ്ങനെ വരും, നാളെ വാർത്തയിൽ വരും, നിങ്ങൾ കണ്ടോ, ഇങ്ങനെ TV ഇങ്ങനെ കാണിക്കും, ഏകലോകം വൺ വേൾഡ് റിലീജിയൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോൾ അതിനൊരു ദൈവം ഉണ്ടാവും, അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. അതിനൊരു പ്രത്യേക രീതിയിലുള്ള പരിശുദ്ധ കുർബാന ഉണ്ടാവും. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഇതെല്ലാം ഈശോ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. എ ന്യൂ ഫോം ഓഫ് ഹോളി മാസ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. പുതിയ രീതിയിലുള്ള പരിശുദ്ധ കുർബാന വരും. ആ പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത എന്താണ്? അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും തിരുശരീരവും തിരുരക്തമായിട്ട് മാറത്തില്ല. ഇതാണ് അതിൻ്റെ ആ പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന 1290 ദിവസത്തേക്ക് നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടും എന്നുള്ളത് പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടാണ്.
അപ്പോൾ മാതാവ് ഇവിടെ പറയുകയാണ്, ഈശോ ഇവിടെ പറയുകയാണ് പുതിയ രീതിയിലുള്ള കുർബാന വരും. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ അന്ന് മറ്റൊരു വിശുദ്ധൻ്റെ തിരുനാളായിരുന്നു. വിശുദ്ധ പദവിയിലോട്ട് ഉയർത്തിയില്ലെങ്കിലും ബ്ലസ്സഡ് മിഗുവായിൽ പ്രോ എന്ന് പറയുന്ന മെക്സിക്കൻ വൈദികൻ. മെക്സിക്കയിലെ സർക്കാർ അവിടുത്തെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരോധിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ ആയിരുന്നില്ല. കേരളത്തിൽ കോവിഡ് സമയത്ത് പള്ളികളൊക്കെ നിരോധിച്ചപ്പോൾ നമ്മുടെ ആരും പറഞ്ഞില്ല അവശ്യ വസ്തുക്കളിൽ ആത്മീയതയും വരുന്നുണ്ട് എന്ന് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് പള്ളികളൊക്കെ അടഞ്ഞ് തന്നെ കിടന്നു. നമ്മൾ ചാരി നിന്ന് സോഫയിൽ ചാരി കിടന്നിരുന്ന് നമ്മൾ കുർബാന കണ്ടു. പക്ഷേ മിഗുവായിൽ പ്രോയ്ക്ക് ഇത് പറ്റത്തില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം പോയിട്ട് തൻ്റെ വിശ്വാസികൾക്ക് പരിശുദ്ധ കുർബാന നൽകുവാനും കുമ്പസാരിപ്പിക്കുവാനും ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുവാനും തുടങ്ങി. ഇത് സർക്കാർ രഹസ്യമായിട്ട് അറിഞ്ഞു. ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനായിട്ട് ഒരു വ്യാജ കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിട്ട് പൊതു വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം വരികയാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം സമയമായി, വധിക്കാൻ സമയമായി. അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുരിശിത രൂപം എടുത്ത് നോക്കി പ്രാർത്ഥിച്ച് കരങ്ങൾ കുരിശാകൃതിയിൽ വിരിച്ച് വിവാ ക്രിസ്റ്റോറെ എന്ന് പറഞ്ഞു, ക്രിസ്തു നീണാൽ വാഴട്ടെ എന്ന്. വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുളച്ച് കയറി. അപ്പോൾ സ്വന്തം മതം മാത്രമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഏകലോക മതം വന്നു കഴിയുമ്പോൾ നമ്മുടെ കാത്തലിക് ഫെയ്ത്തിൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഏകലോക മതത്തിൽ ചേരുക, അല്ലെങ്കിൽ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പോഴേക്കും ഔദ്യോഗിക കത്തോലിക്ക സഭ ഏകലോക മതത്തിൽ ചേർന്നിട്ടുണ്ടാവും. വളരെ ചുരുക്കം വൈദികരും ബിഷപ്പുമാരും മെത്രാന്മാരൊക്കെ ചേരാത്തതായിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒഫീഷ്യലി നമുക്ക് ഈ സ്പ്ലിറ്റ് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഏകലോക മതത്തിൽ ചേരാത്ത ആളുകളെ വിമതർ എന്ന് വിളിക്കും. ഇന്നത്തെ വിമതർ ശരിക്കുള്ള വിമതരാണ്. അന്ന് ഈ വിമതർ സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല, മാർപ്പാപ്പയ്ക്കെതിരാണെന്നൊക്കെ പറഞ്ഞു വരുത്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഈശോ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു കൗണ്ടർ അറ്റാക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇതിന് നമുക്ക് പറ്റുന്ന കൗണ്ടർ അറ്റാക്ക്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇവരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. ആ കർദിനാളെ വിളിച്ചിട്ട് യേശുവാണ് ഏകരക്ഷയെന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വൈദികരും ബിഷപ്പന്മാരും നമ്മുടെ സഭക്കകത്തുണ്ട്. അവർക്ക് സുവിശേഷ വേല എന്ന് കേൾക്കുന്നതേ അലർജിയാണ്. യേശു ഏകരക്ഷകനാണ് പറയുന്നതേ അലർജിയാണ്. എന്നാൽ അവർക്ക് മറ്റു മതങ്ങളെ പറ്റി പറയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല. നോക്കിയാൽ മതി, അവരുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും അവരുടെ ഹോംലിയിൽ പോലും യേശു ഏകരക്ഷകനാണെന്ന് അവർ പറയത്തേയില്ല. പകരം അവർ പ്രകൃതി സംരക്ഷണത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കും, വാചാലുകളാകും. കാരുണ്യപ്രവൃത്തിയെപ്പറ്റി, ചാരിറ്റിയെ പറ്റി അവർ കൂടുതൽ സംസാരിക്കും. അവർ മതസൗഹാർദ്ദത്തെ പറ്റിയിട്ട് അവർ കൂടുതലായിട്ട് സംസാരിക്കും. വരാൻ പോകുന്ന മതമില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി അവർ സംസാരിക്കും. അപ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് അവർ വൈദികരായത്, ബിഷപ്പുമാരായതെന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇവരൊക്കെ ഈ വൺ വേൾഡ് റിലീജിയനിലോട്ട് ചേരും. അങ്ങനെ ചേരാത്ത അവരുടെ കീഴിലുള്ള വൈദികരെയും വിശ്വാസികളെ അവർ പീഡിപ്പിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന ചുറ്റുപാടിലും നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം കാത്തലിക് ഫെയ്ത്ത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്ട്രാ എക്ലേസൈനുള്ള സലസ്, കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തെ രക്ഷയില്ല. ഇത് 2ാം വത്തിക്കാൻ കൗൺസിലും പറഞ്ഞിട്ടുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇത് മാറി എന്ന് പറഞ്ഞ് ആരും പറഞ്ഞു വരണ്ട. സംശയമുള്ളവർ നേരെ പ്രവാചക ശബ്ദത്തിലോട്ട് പോവുക യൂട്യൂബ് ചാനലിൽ. എന്നിട്ട് അതിൽ ഏകദേശം 1 മാസം മുൻപ് അപ്ലോഡ് ചെയ്ത കത്തോലിക്ക സഭയ്ക്ക് പുറത്തെ രക്ഷയുണ്ടോ എന്ന് പറയുന്ന അരുൺ അച്ഛൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തെ രക്ഷയില്ല, ഇതൊരു ഡോഗ്മയാണ്, മാറ്റമില്ലാത്ത സത്യമാണ്. അപ്പോൾ ഈ സത്യം നമ്മൾ പ്രചരിപ്പിക്കുക. കത്തോലിക്ക സഭയ്ക്ക് പുറത്തെ രക്ഷയില്ല. 2, യേശുവാണ് ഏകരക്ഷകൻ എന്നത് പ്രചരിപ്പിക്കുക. നമ്മുടെ വാട്സാപ്പിൽ, നമ്മുടെ സ്റ്റാറ്റസിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളിലെല്ലാം നമ്മളിത് ചെയ്യുക. ഇതേ നമുക്ക് പറ്റൂ. ഈ ഒരു ബോധവൽക്കരണത്തിലോട്ട് ആളുകൾ വരണം. നിങ്ങളുടെ കാറ്റഗിസം ടീച്ചറാണെങ്കിൽ ഇത് കുട്ടികൾ നിരന്തരം പറഞ്ഞ് പഠിപ്പിക്കുക, യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ളത്. അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവരെ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ലെറ്റ് ദം ഗോ. അവരുടെ വഴി നോക്കട്ടെ. നമ്മുടെ നിലവിലുള്ള പഠനങ്ങൾ വെച്ച് മാർപ്പാപ്പന്മാരുടെയും വിശുദ്ധരുടെയും വേദപാരംഗതരുടെയും കൗൺസിലുകളും എല്ലാം വെച്ച് നമ്മൾ പഠിപ്പിക്കുക. ഈ ഒരു സത്യം നമ്മൾ പ്രചരിപ്പിക്കുക. ചോദിക്കാൻ വരുന്നവന് ചുട്ട മറുപടി അങ്ങോട്ട് കൊടുക്കുക. കാരണം ഈ ഒരു സത്യത്തിന്മേലാണ് നമ്മുടെ നിത്യജീവൻ കിടക്കുന്നത്. ആ നിത്യജീവൻ ആക്രമിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ
പരിശുദ്ധമ്മയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ, ഗ്രാസിയ പ്ലേന, ഡോമിനിസ് തേക്കും, ബെനഡിക്താത്തുൻ മുളിയിരിപ്പൂസ്, എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ്, സാങ്താം മരിയ മാതർ ദൈ, ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ്, നോങ്കേത്തിനോര മോർത്തിസ് നോസ്ത്രേ. ആമേൻ. വിവ ക്രിസ്റ്റോറെ.